ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടായ പൊന്നാങ്കണ്ണി ചീര കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇത് വെയിൽ കൊള്ളണനുസരിച്ച് ഇതിൻ്റെ കളറ് മാറും കേട്ടോ. തണലത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പച്ച കളറായിരിക്കും, നല്ല വെയിൽ കിട്ടണടുത്താണെങ്കിൽ ചുമന്ന കളറായിരിക്കും കേട്ടോ. പിന്നെ യൂട്യൂബിലൊക്കെ വൈറലായ പൊന്നാങ്കണ്ണി ചീരയാണിത്, പക്ഷേ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര ഇതല്ല കേട്ടോ. ശരിക്കുള്ള പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന ചീര വേറെയാണ്. അത് ഞാൻ പിന്നെ ഒരിക്കൽ കാണിച്ചത്, ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാനായിട്ടില്ല. ഞാൻ ഇത് പാടത്തൊക്കെ ചെല്ലുമ്പോഴേ അത് കാണുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി ഇതൊക്കെ തൊലി കളഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് എടുത്ത് അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ടോ. ഇനി നമുക്കത് സ്നാക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് പിന്നെ 2 സവാള അരിഞ്ഞതിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇത് വഴന്നു വരുമ്പോഴത്തേന് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് വഴന്നു വരട്ടെ. അപ്പോൾ ഈ സ്നാക്ക് നമുക്ക് പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ട് മാത്രമല്ല ഏത് ഇലക്കറികൾ വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ ചീരയില വെച്ചിട്ടോ ചേമ്പില വെച്ചിട്ടോ മുരിങ്ങയില വെച്ചിട്ടോ അങ്ങനെയുള്ള ഏത് ഇലക്കറിയും ഇതിനെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ട ആ ചീര ഞാൻ അരിയാൻ നേരത്തെ അതിൻ്റെ തണ്ടിൽ നിന്ന് ഇലകൾ മാത്രം എടുത്തതാണ്. ഇനി ആ ബാക്കി വന്ന തണ്ടുണ്ടല്ലോ, അത് നമുക്ക് എവിടെയെങ്കിലും കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കിളിർത്ത് വരും കേട്ടോ. ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണിട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് അവിടെ നിന്ന് കിളിർത്ത് വീണ്ടും നമുക്ക് അതിൽ നിന്ന് ഇല പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു അക്ഷരച്ചീര എന്നാണ് ശരിക്കും ഈ ചീരനെ പറയണത്. പക്ഷേ ഭയങ്കരമായിട്ട് ഫേമസ് ആയിക്കുന്നത് പൊന്നാങ്കണ്ണി എന്നുള്ള പേരിലാണ്. എന്തായാലും ഞാൻ അതിലേക്ക് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് വേവാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ പച്ചമുളക് ഇടാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഇവിടെ ഉള്ളി മുളച്ചതിൻ്റെ തണ്ടുണ്ടല്ലോ, ഉള്ളിത്തണ്ട്, അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലത്തൊക്കെ ഇരിക്കണമെങ്കിൽ അതിന് മുള വരും. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കോട്ടൻ്റെ നനഞ്ഞ തുണി ജനലയിൽ വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉള്ളി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഉള്ളി അവിടെ ഇരുന്നിട്ട് നല്ല നീളത്തിൽ തണ്ടായിട്ട് കിട്ടും കേട്ടോ. നമുക്കത് തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഏതോ ഒരു വ്ളോഗിൽ അത് ഉള്ളിത്തണ്ട് ഇങ്ങനെ തോരനാക്കണത് കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ അതുപോലെ കുറച്ച് 2-3 ഉള്ളി ഇങ്ങനെ മുളച്ചപ്പോൾ ഞാനിത് ജനലയ്ക്ക് വെച്ചതാണ്. അപ്പോൾ അത് നല്ല തണ്ടായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അതും കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെച്ച് ഇട്ടാൽ മതി കേട്ടോ, ഒരുപാടൊന്നും പൊടികൾ വാരി ഇടരുത്. ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി, എത്രയും പൊടികളാണ് ഇട്ടത്. എന്നിട്ടിത് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒന്നുകിൽ കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ്സോ കട്ടിയുള്ള എന്തെങ്കിലും സ്മാഷറൊക്കെ വെച്ചിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാറിയിരിക്കണോണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചിടാണ്. പിന്നെ ഇത് നല്ലപോലെ ഇളക്കി കൂട്ടി മിക്സാക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു ബാറ്ററും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലകളെല്ലാം പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൂട്ടി എടുക്കാം. പിന്നെ വേപ്പിലയോ മല്ലിയിലയോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി അത് റെഡിയാക്കിയിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദപ്പൊടിയാണ് എടുത്തേക്കണത്. ഈ കാണിച്ച സ്പൂണിന് ഒരു 3 സ്പൂണാണ് എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് തിക്ക് ബാറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കണം, ലൂസായി പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് വീണ്ടും ഇളക്കി എടുത്താൽ മതി. ആദ്യമേ തന്നെ മുഴുവൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൂസായി ദോശമാവ് പോലെ ആയിപ്പോവും. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ നമുക്കിത് കോട്ടിങ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ബാറ്ററാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ നമ്മുടെ മസാല റെഡിയാക്കി വെച്ചത് ഉണ്ട പിടിച്ചിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കൈകൊണ്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട്ലറ്റാക്കിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയും കട്ട്ലറ്റാക്കാം. ഇതേ ബാറ്ററി തന്നെ മുക്കി, മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇതേ ബാറ്ററി തന്നെ മുക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ കട്ട്ലറ്റാക്കിയും എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബോണ്ട ഷേപ്പിൽ ഉരുട്ടി വെച്ചേക്കാണ്. ഇനി അത് ഓരോന്നെടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് ചൂടായി കിടക്കണ എണ്ണയിലിട്ട്
വറുത്ത് കോരുക. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വേവായിട്ടിരിക്കണേയാണല്ലോ, പുറം മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അത് പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ വേഗം തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലായിടവും ഫ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. ഒരു പാത്രം നിറയെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അത് പിന്നെ വേസ്റ്റ് ആക്കി കളയണ്ടേ. ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ എല്ലായിടവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് ഓരോന്നോരോന്ന് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം കൂടി ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ചായക്കൊക്കെ കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷമാവും. പിന്നെ ചില കുട്ടികളാണെങ്കിൽ നമ്മൾ കറി വെച്ചിട്ടൊക്കെ തോരൻ വെച്ചും കറി വെച്ചൊക്കെ ചീര കൊടുത്താൽ കഴിക്കാത്ത മക്കളുണ്ട്. അവർക്കൊക്കെ ആണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ സ്നാക്കുകളോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് ഐറ്റംസിൽ ഇതുപോലെ ഇലക്കറികൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ ഒരുപാട് എണ്ണ പലഹാരങ്ങൾ കഴിക്കണോണ്ട് ബുദ്ധിമുട്ടില്ല. മുതിർന്നവർക്കാണല്ലോ എണ്ണ പലഹാരങ്ങൾ കഴിച്ചാൽ കുഴപ്പം. അപ്പോൾ ഞാനാണെങ്കിൽ വളരെ കുറച്ച് എണ്ണയിലാണ് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണതും. നമ്മൾ മസാല വഴറ്റുമ്പോഴും കുറേശ്ശെ എണ്ണ ചേർത്താൽ മതി. ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ട. പിന്നെ ഞാനിതാ ഇതൊക്കെ റെഡി ആക്കുന്നതിന് മുമ്പ് തന്നെ കട്ടന് വെള്ളം വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ തിളച്ചു, ചായയൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മുടെ സ്നാക്കും വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.